എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. താങ്കൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട്. പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ മോഷണവും പിടിച്ചുപറിയും ഒക്കെ ചെയ്യുന്നില്ലേ? അത് അവരുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മദോഷങ്ങളുടെ റിസൾട്ടാണോ? ഒരുപക്ഷെ ഭഗവാൻ ആർക്കെങ്കിലും ദരിദ്രനായി ജന്മമെടുക്കണമെന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഒരുപാട് ദുഃഖിക്കേണ്ടി വരുന്നു. നല്ല സ്ഥിതിയിൽ ജനിച്ചിരുന്നുവെങ്കിൽ അവന് നല്ല ചുറ്റുപാടുണ്ടാകുമായിരുന്നു, കൂടുതൽ പ്രോഗ്രസ് ലഭിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ മനുഷ്യരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് പറയാമോ? ഇതിൻ്റെ ശരിയായ സയൻറ്റിഫിക് ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ആരെയും ജനിപ്പിക്കുന്നുമില്ല, ആരെയും വധിക്കുന്നുമില്ല. ജനനവും മരണവും ഓരോരുത്തരുടെയും കർമ്മത്തിൻ്റെ ഫലങ്ങളാണ്. ഈ ജീവിതം മുഴുവനും നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമാണ്. ഇതിൻ്റെ നടുവിൽ ആരും കയറി വരുന്നില്ല. അനന്തകാലങ്ങളായി നാം ഏവരും ഈ ജനനവും മരണവും എന്ന വിഷയത്തിൽ കുടുങ്ങി വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആരുടെയും ഇൻ്റർഫിയറൻസ് ഇല്ല. നാം മാത്രമാണ് അതിന് കാരണം. You are whole and soul responsible for all your deeds. Nobody is responsible. ഭഗവാൻ ഇതിൽ യാതൊന്നും ചെയ്യുന്നില്ല. ഭഗവാൻ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്നു. ആത്മാവിനകത്ത് കേൾവി, ദൃഷ്ടി, പരമാനന്ദം ഇവയുടെയെല്ലാം കർത്താവാണ്, അകർത്താവല്ല. ഓരോരുത്തരുടെയും മനസ്സിലുള്ള അഹങ്കാരമാണ് എല്ലാം ചെയ്യുന്നത് ഞാനാണ് എന്ന് ചിന്തിപ്പിക്കുന്നത്. എന്ത് നടന്നാലും അതെല്ലാം പുറമേ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം നടക്കുന്നത്. പക്ഷെ അഹങ്കാരം താനാണെല്ലാം ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നു. എവറിത്തിങ് ഈസ് ഹാപ്പനിങ് നാച്ചുറലി. പക്ഷെ അഹങ്കാരം ഞാനാണെല്ലാം ചെയ്യുന്നതെന്ന് കരുതുന്നു. ഒരു കപ്പ് ചായ ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടി വരുന്നു അല്ലേ? സ്റ്റൗ വേണം, പാത്രം വേണം, ചായപ്പൊടി വേണം, പിന്നെ പഞ്ചസാര വേണം, ലൈറ്റർ വേണം, ഞാൻ വേണം. ഞാനില്ലെങ്കിൽ ചായ ഉണ്ടാക്കാൻ സാധിക്കില്ല. ചെറിയൊരു ലൈറ്റർ ഇല്ലെങ്കിൽ പോലും സാധിക്കില്ല അല്ലേ? ഇതിൽ ഒരു സാധനമില്ലെങ്കിൽ പോലും ചായ ഉണ്ടാക്കാനാവില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചായ ഇത്രയും സാധനങ്ങളുടെ സഹായത്തോടെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നോബഡി ഈസ് ഇൻഡിപെൻഡൻറ്റ് ടു ഡു എനിത്തിങ് ഇൻ ദിസ് വേൾഡ് അറ്റ് ഓൾ. ഈ ലോകത്തിൽ സ്വതന്ത്രനായി പ്രവർത്തിക്കത്തക്കതായ ആരുമില്ല. എല്ലാ തരം വസ്തുക്കളും ഒന്നിച്ചു ചേർന്നാലേ എന്തും സാധ്യമാക്കാനാവൂ. ഈ കാര്യങ്ങളിലൊക്കെ നാം ഒരു നിമിത്തം മാത്രമാണ്. ചായ ഉണ്ടാക്കുന്ന കാര്യത്തിലും നിമിത്തം മാത്രമാണ്. നാം ആരും സ്വതന്ത്രരല്ല. ജനനം മുതൽ, അതായത് ജനിക്കുന്നത് മുതൽ മരണം വരെ നോബഡി ഈസ് ഇൻഡിപെൻഡൻറ്റ്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ അർജുനോട് പറഞ്ഞത്, അല്ലയോ അർജുന, നീ അല്ല യുദ്ധം ചെയ്യുന്നത്, നീ യുദ്ധമുണ്ടാവാനുള്ള ഒരു നിമിത്തം മാത്രമാണ്. നീ നിമിത്തമാണ്. നീ യഥാർത്ഥത്തിൽ ആത്മാവാണ്. ഇവരെല്ലാവരും ആത്മാക്കളാണ്. മുത്തശ്ശൻ, അമ്മാവൻ, ഇളയച്ചൻ, ഗുരു, സഹോദരന്മാർ എല്ലാവരും ആത്മാക്കളാണ്. ആത്മാവാരെയും വധിക്കുന്നതുമില്ല, സ്വയം മരിക്കുന്നതുമില്ല. ഇവിടെ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നവരുടെ എല്ലാം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മഫലം പൂർത്തിയാവാനുള്ള സമയമാണിത്. അത് സംഭവിക്കും. നീ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചാലും യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചില്ലെങ്കിലും ഈ യുദ്ധം നടന്നേ തീരൂ. ഇത് കഴിഞ്ഞ ജന്മത്തിൻ്റെ ഫലം സിദ്ധിക്കാനുള്ള സമയം സമാഗതമായിരിക്കുകയാണ്. ഇത് അവോയ്ഡ് ചെയ്യാൻ നിനക്ക് കഴിയില്ല. ഇതിനെയാണ് നിമിത്തം എന്ന് പറയുന്നത്. കർത്താവല്ല അത് ചെയ്യുന്നത്. ഈ ഉപദേശം ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അർജുനൻ മഹാഭാരത യുദ്ധം ചെയ്യാൻ തുടങ്ങിയത്. കോടാനുകൂടി ജനങ്ങളെ വധിച്ചു. പക്ഷേ അയാൾക്ക് ഒരു കർമ്മദോഷം പോലും ഉണ്ടായില്ല. അതേ ജന്മത്തിൽ അയാൾ മോക്ഷത്തിലേക്ക് പോയി. ഇല്ലെങ്കിൽ ഇത്രയും ജനങ്ങളെ വധിച്ചതിനുണ്ടാവുന്ന ഫലം എന്തായിരിക്കും അറിയാമോ? നരകം. മോക്ഷം എവിടെ നിന്നുണ്ടാവും? അതായത് കർമ്മം ചെയ്തിട്ട് പോലും അകർമ്മസ്ഥിതിയിലായിരിക്കുക. അതെ, തെറ്റ് ചെയ്തിട്ട് പോലും അതിനുള്ള ശിക്ഷയില്ലാതിരിക്കുക. ഇതാണ് ഭഗവാൻ അർജുനന് ഉപദേശിച്ചത്. ആ ഉപദേശം അയാൾ മനസ്സിലാക്കി, അങ്ങനെ തന്നെ ഫോളോ ചെയ്തു. ഇതേ ജ്ഞാനമാണ് നാളെ ഞാൻ നിങ്ങൾക്ക് നൽകുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനൊന്നും ചെയ്യുന്നില്ല. എവറിത്തിങ് ഈസ് ഹാപ്പനിങ്. വർഷ ഈസ് വൺ ഓഫ് ദ എവിഡൻസ് ഇൻസ്ട്രുമെന്റ്. യു ആർ നോട്ട് ദ ഡുവർ.
ഐ എം നോട്ട് ദ ഡുവർ എന്ന ചിന്തയുണ്ടാവും. ഞാൻ ആത്മാവാണ്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എവറിത്തിങ് ഈസ് ഹാപ്പനിങ് വിത്ത് ദീസ് സർക്കംസ്റ്റാൻസസ്. ഒരു ജന്മത്തിൽ ഒരാൾ കൊല ചെയ്യുമ്പോൾ അതൊരു നിമിത്തമായിരിക്കുമോ? ഹി ഷുഡ് ബി പണിഷ്ഡ്? 100% അതും ഒരു നിമിത്തമാണ്. കൊല ചെയ്യുന്നത് എളുപ്പമുള്ള പണിയല്ല. കൊലപാതകം നടക്കുന്നതും എളുപ്പമല്ല. ഓരോന്നിനും അതതിൻ്റെ നിമിത്തമുണ്ട്, അതതിൻ്റെതായ കണക്കുകളും ഉണ്ടാവും, അല്ലേ? വാസ്തവത്തിൽ സംഭവം ഇത് തന്നെയാണ്. രണ്ടുപേരുടെയും കണക്ക് പ്രകാരം അത് നടക്കുന്നു. അഥവാ എന്തെങ്കിലും കാരണമുണ്ടെന്ന് തോന്നിയാലും അത് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മദോഷത്തിന്റെ കണക്ക് പൂർത്തിയാക്കാനായിട്ടുണ്ടായ കർമ്മഫലമാണ്. അങ്ങനെയാണ് ഒരു കൊലപാതകം നടക്കുന്നത്. അതിനും ചിലപ്പോൾ തക്കതായ കാരണമുണ്ടായിരിക്കും, നമുക്കതറിയില്ല. എന്നാൽ ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ അവസാനം അടുത്ത ജന്മത്തിൽ അത് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്യും. അതായത് അത്രയും വലിയൊരു മഹാഭാരത യുദ്ധം നടന്നു. ഒരേ ഒരു സിംഗിൾ സെന്റൻസ് ആയിരുന്നു അതിൻ്റെ കാരണം. ദ്രൗപദി ദുര്യോധനനോട് എന്താണ് പറഞ്ഞത്? അന്ധന്റെ സന്തതി അന്ധൻ, അന്ധന്റെ സന്തതി അന്ധൻ. അവൾ പറഞ്ഞ ആ ഫലിതമില്ലേ, ഫലിതം, അത് അതിഘനമായിരുന്നു. അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടായി? അതിൻ്റെ ഫലം യുദ്ധത്തിൽ കൊണ്ടെത്തിച്ചു. എവിടെ നിന്ന് എവിടെയാണ് എത്തിയത്? സ്ത്രീകളുടെ കളിയാക്കുന്ന ശീലം മഹാചീത്ത ശീലമാണ്. ദ്രൗപദിയും ഇതിലൊട്ടും കുറവായിരുന്നില്ല. കളിയാക്കി പൊട്ടിച്ചിരിച്ചു. അതിൻ്റെ ഫലം എത്ര മോശമായിരുന്നു! വൈരാഗ്യത്തിന് കാരണമായി. അതികഠിനമായ വൈരാഗ്യം. എല്ലാവരും മറന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം സോൾവ് ആയതായിരുന്നു, എല്ലാം ടച്ചപ്പായി കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഇത് തലപൊക്കിയത്. എൻ്റെ വിനാശത്തിൽ കൊണ്ടുചെന്നെത്തിച്ചു. രാമായണത്തിലും സീത അതുതന്നെയാണ് ചെയ്തത്. മാനിനെ വേണം, സ്വർണമാനിനെ കൊണ്ടുവരൂ. അങ്ങനെ രാമായണം എന്നൊന്നുണ്ടായി. പ്രകൃതിയുടെ കളികളാണ് ഇതെല്ലാം. ഈ കാലത്ത് രാമായണവും മഹാഭാരതവും നടന്നിരുന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു, അല്ലേ? എല്ലാം കർമ്മത്തിന്റെ കണക്കുകളാണ്. കൊല ചെയ്യുന്നത് പാപമായിട്ടല്ലേ കരുതാറുള്ളത്? അത് പാപം തന്നെയാണ്. കൊല ചെയ്യുന്നത് പാപം തന്നെയാണ്. അർജുനനത് പാപമായി തോന്നിയില്ലേ? അയാൾക്ക് ജ്ഞാനമുണ്ടായിരുന്നു. ജ്ഞാനത്തോടെയാണ് അയാളത് ചെയ്തത്. അത് ശരി. അർജുനനത് പാപമാവാതിരുന്നത് ഞാൻ ആത്മാവാണ്, ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആത്മാവല്ല, ആത്മാവാരെയും കൊല്ലുന്നുമില്ല, അത് സൂക്ഷ്മമാണ് എന്ന് കരുതി. ബാക്കി സംഭവിക്കുന്നതെല്ലാം കഴിഞ്ഞ ജന്മത്തിൻ്റെതായ കണക്കുകളുടെ പ്രതിഫലനമാണ്, പുറമേ ഉള്ളവയാണ്, എക്സ്റ്റേണലാണ്. ഓരോ 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 ലിവിങ് ബീയിങ്ങിനും 2 എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് ആത്മതത്വമാണ്, രണ്ടാമത്തേത് അനാത്മതത്വമാണ്. ആത്മതത്വം എറ്റേണലാണ്, ശാശ്വതമാണ്. അതിൽ ജ്ഞാനം, കാഴ്ച, കേൾവി, പരമാനന്ദം, അകർത്താവാണ്. അനാത്മതത്വം ജഡതത്വമാണ്. അതിൽ മനസ്സ്, ചിത്തം, അഹങ്കാരം, ബുദ്ധി ഇവയെല്ലാം ഉണ്ടാവും. ഞാനാണെല്ലാം ചെയ്യുന്നത്. ക്രോധം, മായ, മോഹം, ലോഭം ഇതെല്ലാം അതിലാണ്. ഇതെല്ലാം അതർ പാർട്ടിലാണുള്ളത്, സെക്കൻഡ് എലിമെന്റിൽ. അപ്പോൾ അർജുനന് ഗീതയുടെ ജ്ഞാനത്താൽ അവയർനെസ് ഓഫ് സെപ്പറേഷൻ ഉണ്ടായി, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശം കൊണ്ട്. ഈ ജ്ഞാനം ആർക്കെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ മനസ്താപപ്പെടും, പശ്ചാത്തപിക്കും, പരിഹാരം ചെയ്യും. മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവന്മാർക്ക് വളരെയധികം പശ്ചാത്താപം ഉണ്ടായിരുന്നു. എല്ലാവരും പശ്ചാത്തപിച്ചു. യജ്ഞം ചെയ്താൽ ഒരാൾക്ക് പാപമില്ലാതാകുമോ?
to get rid of her sins? ഹാ, യജ്ഞം ചെയ്തിരിക്കും. പക്ഷെ ഏത് യജ്ഞമാണ് ചെയ്തതെന്നറിയില്ല. പക്ഷെ ചെയ്തിട്ടുണ്ടാവും. അശ്വമേധ യജ്ഞം വിജയത്തിന് വേണ്ടിയുള്ളതാണ്. അത് സാധാരണ ചെയ്യും. അത് ഓക്കെയാണ്. അതൊക്കെ സെക്കൻഡറിയാണ്. പക്ഷേ അവർ വളരെയധികം പശ്ചാത്തപിക്കുകയുണ്ടായി. എന്തൊക്കെ ചെയ്യാനാവുമോ അതെല്ലാം അവർ ചെയ്തു. അവർ പരിഹാരം ചെയ്തു. പശ്ചാത്താപ മുഖേന ചെയ്ത പാപങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാനുള്ള വരം സിദ്ധമാവും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? പശ്ചാത്താപം കൊണ്ടാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഹാ പസ്താവോ വിപുല ചരണോ സ്വർഗഹി ഉധരി ഉഞ്ചേ പാപി ദേവ ധൂബക്കി പുണ്യശാലി ബനെ. എത്രയൊക്കെ പാപം ചെയ്താലും അതിനുവേണ്ടി പരിഹാരം ചെയ്താൽ, പ്രായശ്ചിത്തം ചെയ്താൽ, പരിഹാരം ചെയ്യുന്നത് കൊണ്ട് പാപം ചെയ്ത കർമ്മദോഷം ഇല്ലാതാവും. അവർ പുണ്യാത്മാക്കളാകുന്നു. അതിനത്രത്തോളം പവറുണ്ട്. പശ്ചാത്താപം കൊണ്ട് പല സൽക്കർമ്മങ്ങളും നടക്കും. അതുകൊണ്ട് ചെയ്യാനാവുന്നതെല്ലാം ചെയ്യൂ. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപങ്ങളെക്കുറിച്ച് ഓർമ്മ വന്നാൽ ഉടനെ അതിന് പരിഹാരം ചെയ്യൂ. ആരെയെങ്കിലും ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ചെറിയ ഇൻസെക്ട്സിനെ കൊന്നിട്ടുണ്ടെങ്കിൽ, ഈച്ചയോ കൊതുകിനെയോ പാറ്റയോ, അവയുടെ ഉള്ളിലും ഭഗവാനുണ്ട്, ശുദ്ധാത്മാവുണ്ട്, പരമാത്മാവുണ്ട്. അതുകൊണ്ട് എല്ലാം ഓർമ്മിച്ച് പശ്ചാത്താപം ചെയ്ത് പരിഹാരം ചെയ്യൂ. ഇനി ഞാൻ ഒരിക്കലും അത്തരം പാപങ്ങൾ ചെയ്യില്ല എന്ന്. പ്രകൃതിയുടെ ഈ വിനോദം നടന്നുകൊണ്ടേയിരിക്കും. അതിനെക്കുറിച്ചുള്ള വിവരണം എന്താണ്? പറയാറില്ലേ എല്ലാം മായയാണ്, പ്രകൃതിയുടെ വിനോദമാണ് എന്നൊക്കെ. എന്താണ് അതിൻ്റെ അർത്ഥം? ശിവനും പ്രകൃതിയും രണ്ടും രണ്ടാണ്. പ്രകൃതി അതിൻ്റെ അപ്പുറം ശിവനാണ്. ശിവൻ എന്നാൽ പരമാത്മാവിനെയാണ് പറയുന്നത്, ആത്മാവിനെ. അനാത്മ സ്വഭാവം എന്നാലും അത് പ്രകൃതിയാണ്. നിങ്ങളുടെ മനസ്സിലും രണ്ട് കാര്യങ്ങളുണ്ട്. ശിവൻ, അതായത് ആത്മാവും പ്രകൃതിയും. ഇവ രണ്ടിൻ്റെയും മിശ്രിതമാണ് നാം. പ്രകൃതി സ്ഥൂല പ്രകൃതിയാണ്, കൂടാതെ സൂക്ഷ്മ പ്രകൃതിയുമുണ്ട്. സ്ഥൂല പ്രകൃതിയിൽ എഴുന്നേൽക്കാൻ തോന്നും, ഇരിക്കാനും ആഹാരം കഴിക്കാനും വെള്ളം കുടിക്കാനും സംസാരിക്കാനും സ്റ്റൈലുമൊക്കെ. ഈ സ്റ്റൈലുകളൊക്കെ ഇല്ലേ, അതെല്ലാം പ്രകൃതിയാ ഉണ്ടാവുന്നവയാണ്. ഇതെല്ലാം സ്ഥൂലമാണ്. സൂക്ഷ്മത്തിൽ അടങ്ങിയിരിക്കുന്നത് ക്രോധം, മായ, മോഹം, ലോഭം, അഹങ്കാരം, വിരോധം, അസൂയ, ജലസി എന്ന് പറയാറില്ലേ, ഇവയെല്ലാം സൂക്ഷ്മത്തിൽ അടങ്ങുന്നവയാണ്. നമ്മുടെ പലതരം ഒപ്പീനിയൻസ് പ്രകൃതിയിൽ അടങ്ങുന്നവയാണ്. പിന്നെ ഈ ആത്മാവിൻ്റെയും പ്രകൃതിയുടെയും സെപ്പറേഷൻ ഉണ്ടാവുന്നത് ജ്ഞാനം കൊണ്ടേ മനസ്സിലാക്കാനാവും. അത് നടന്നുകൊണ്ടേയിരിക്കും. ദെൻ ശിവപാദമില്ലേ, ആത്മപാദം, അത് പ്രകൃതിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടും ഒന്നായിരിക്കുമ്പോൾ അത് ആരെയാണ് നോക്കുക? രണ്ടും വെവ്വേറെയാവുമ്പോൾ അവ പരസ്പരം ശ്രദ്ധിക്കാൻ തുടങ്ങും. പ്രകൃതി ഓപ്പൺ ആവുമ്പോൾ പ്രകൃതിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വാസ്തവത്തിൽ ഈ പ്രകൃതിയിൽ എന്തൊക്കെയാണുള്ളത്? കോപവും ക്രോധവും എവിടെയാണ്? ജലസി എവിടെയാണുള്ളത്? മോഹം എവിടെയാണ്? ക്രോധം എവിടെയാണ്? മാനം എവിടെയാണ്? ലോഭം എവിടെയാണ്? ഇന്നലെ രാത്രി മാനത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഡെഫിനിറ്റായി കാണുന്നു, സ്ഥൂലത്തിൽ കാണുന്നു, പിന്നീട് സൂക്ഷ്മത്തിൽ കാണുന്നു. സൂക്ഷ്മത്തിൽ നമുക്കിത് മുഴുവനായി കാണാൻ കഴിയും. എല്ലാം നമ്മുടെ മുന്നിൽ ഓപ്പണായി കാണാൻ സാധിക്കുന്നു. അതിന് സമയമെടുക്കും. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അഥവാ ലെയർ ബൈ ലെയറായി പോയാൽ പ്രകൃതി ഓപ്പണായി കാണപ്പെടുന്നതാണ്. പ്രകൃതി ഓപ്പൺ ആവുന്ന സമയത്ത്, ആത്മാവിൻ്റെ മുന്നിൽ അത് ഓപ്പൺ ആവുന്ന സമയത്ത് പ്രകൃതി അവസാനിക്കാൻ ആരംഭിക്കുന്നു. പ്രകൃതിയെ അവസാനിപ്പിക്കാനുള്ള വഴി ഇതാണ്. ആത്മാവും പ്രകൃതിയും വെവ്വേറെയായി കഴിയുമ്പോൾ പ്രകൃതിക്ക് പവർ ലഭ്യമാക്കാൻ സാധിക്കില്ല. പവർ ഇതിന് മാത്രമേ ഉണ്ടാവൂ, ഇതിന് പവർ കിട്ടുന്നില്ല. പവർ കിട്ടാതാവുമ്പോൾ ഓട്ടോമാറ്റിക്കായി അത് ഇല്ലാതാവുന്നു. ജ്ഞാനം ലഭിച്ച ശേഷം അതാണ് നാം ചെയ്യേണ്ടത്. പ്രകൃതിയെ നോക്കൂ. പ്രകൃതിയെ നോക്കുന്നത് ആത്മാവാണ്. പ്രകൃതിയെ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ അതോടെ അവർ
പരമാത്മാവാകുന്നു. അങ്ങനെ എല്ലാ ജോലിയും അവസാനിക്കുന്നു. വേദാന്തത്തിൽ അദ്വൈതം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ലാസ്റ്റ് സ്റ്റേജാണോ? ആത്മാവ് സെപ്പറേറ്റ് ആവുന്ന സമയം അതോടെ ആത്മാവിൻ്റെ വിനോദം അവസാനിക്കുമോ? പരമാത്മാവെന്ന് പറയുന്നത് ദ്വൈതവും അദ്വൈതവാദവും ഇത് കണക്റ്റ് ആവില്ല. ഇത് വേറൊരു ബ്രാഞ്ചിലേക്ക് പോകുന്നു. കൂടുതൽ കൺഫ്യൂസ് ആവുകയുള്ളൂ അല്ലേ? സെപ്പറേറ്റ് ആകുമല്ലേ? അതെ, സെപ്പറേറ്റ് ആവുന്നു. അതിൽ പലതുമുണ്ട്. ദ്വൈതം, അദ്വൈതം, ശുദ്ധ അദ്വൈതം, ദോഷ അദ്വൈതം, അങ്ങനെ പലതുമുണ്ട്. ഇവയിൽ വളരെയധികം ബ്രാഞ്ചസ് ഉണ്ട്. ആത്മാവിൻ്റെ ആവരണമാണത്. ഓപ്പണായി പറഞ്ഞാൽ ദ്വൈതവും അദ്വൈതവും ദാദാജി പറയാറുണ്ട്. ദ്വൈതവും അദ്വൈതവുമുണ്ട്, ദ്വൈതവും അദ്വൈതവും ഉണ്ട് എന്ന്. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം കർമ്മം കൂടെ ഉള്ളതുവരെ റിലേറ്റീവും ഉണ്ടാവുന്നു, റിയലും ഉണ്ടാവുന്നു. അതുവരെ അത് ദ്വൈതമാണ്. അബ്സല്യൂട്ട് റിയൽ ആവുന്നു. മോക്ഷത്തിലേക്ക് പോകുമ്പോൾ അത് അദ്വൈതമാവുന്നു. പിന്നീട് ഇറ്റ്സ് ഓൺലി ദ അതർ തിങ്സ് ആർ ഓൺലി ആത്മ, നത്തിങ് ബട്ട് ആത്മ. ഇവിടെ വെറും ആത്മാവ് മാത്രമല്ല, എല്ലാം ഉണ്ട്. സുഖവും ദുഃഖവുമുണ്ട്, ഭക്ഷണവും പാനീയവുമുണ്ട്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരുന്നു. ഇവയെല്ലാം ദ്വൈതമാണ്, ദ്വൈത തത്വമാണ്. അദ്വൈതത്തിലെല്ലാം ഫോർവേഡിലേക്ക് പോകുന്നു. അതൊരു സ്ഥിതിയാണ്. ഇത് ദ്വൈതത്തിൻ്റെയും അദ്വൈതത്തിൻ്റെയും കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? കൂടാതെ ആത്മാവിനെയും പ്രകൃതിയെയും കുറിച്ചുള്ള കാര്യത്തിൽ സിനോണിമസ് ആത്മാവിനെ ശിവൻ എന്ന് പറയുന്നു. പ്രകൃതി എന്ന് പറയുന്നത് അനാദിയാണ്. പ്രകൃതിയുടെ പരിണാമങ്ങൾ ദൈവികമായി കണക്കാക്കി നാം അതിനെ കൈകൂപ്പി വണങ്ങേണ്ടതാണ്. അതർ ദാൻ ആത്മ. പ്രകൃതി, വിശേഷകൃതി, രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഉണ്ടാവുന്ന വിശിഷ്ട ഭാവമില്ലേ, അതാണ് തേർഡ് എലമെൻ്റ് ആവുന്നത്. അത് പ്രകൃതിയാണ്. രണ്ട് എലമെൻസും ആത്മാവും ജഡതത്വവും ചേർന്ന് മൂന്നാമതൊരു എലമെൻ്റ് ഉണ്ടാവുന്ന വിശേഷപ്പെട്ട എലമെൻ്റ്, ഒരു വിശേഷപ്പെട്ട എലമെൻ്റ്. പിന്നീട് കോപം, ക്രോധം, മായ, മോഹം ഇവയെല്ലാം പ്രകൃതിയിൽ ഉണ്ടാവുന്നു. ചിലരുടെ പ്രകൃതി ക്രോധമാവുന്നു, ചിലരുടെ പ്രകൃതി ലോഭമാവുന്നു, ചിലരുടേത് മായയാവുന്നു, ചിലരുടേത് കൗശലമാവുന്നു, ചിലരുടേത് അസൂയയാവുന്നു. മോഹം വിവിധ തരം പ്രകൃതികൾ ഉണ്ടാവുന്നു. ഞങ്ങളുടെ അടുത്ത് ചില ഫോറിനേഴ്സ് വരാറുണ്ട്. അവർ സ്പാനിഷുകാരാണ്, സ്പാനിഷ് പീപ്പിളാണ്. അവർ ഞങ്ങളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഒരു സ്പാനിഷുകാരൻ ലണ്ടനിൽ വന്ന് ജ്ഞാനദീക്ഷ വാങ്ങിക്കുകയുണ്ടായി. അദ്ദേഹം സ്പാനിഷാണ് സംസാരിച്ചിരുന്നത്. കുറേശ്ശെ ഇംഗ്ലീഷും പറയാറുണ്ട്. ഞങ്ങൾക്ക് ഇംഗ്ലീഷേ അറിയൂ, സ്പാനിഷിൻ്റെ ഒരു വാക്ക് പോലും എനിക്കറിയില്ല. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ആൾക്കാരിൽ ധാരാളം ഗുജറാത്തികൾ ഉണ്ടായിരുന്നു. ഇയാൾ മാത്രമായിരുന്നു സ്പാനിഷുകാരൻ. ഇയാൾക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിയില്ല, എനിക്ക് സ്പാനിഷ് അറിയില്ല. ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ അയാൾക്ക് എന്ത് മനസ്സിലാവും? ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ലല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അന്ന് മുഴുവൻ ഗുജറാത്തിയിലാണ് പ്രഭാഷണം നടത്തിയത്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നോ അത് മതി. എന്നാൽ ആത്മാവിന് യാതൊരു ബാരിയറുമില്ലല്ലോ. അയാൾ അനങ്ങാതെ കുത്തിയിരുന്നു. അയാൾ കരുതി എനിക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ഞാൻ സ്പെയിനിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് വന്നു, പ്ലെയിനിന്റെ ടിക്കറ്റിന്റെ പണം പോയി, ഹോട്ടലിൽ താമസിച്ചു, പണം വെറുതെ ചിലവാക്കിയല്ലോ, എല്ലാം പാഴ്ചെലവായല്ലോ എന്ന ചിന്ത അയാളുടെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. അയാൾക്ക് അവിടെ ഇരിക്കാൻ തോന്നിയില്ല. പക്ഷേ പണം ചെലവാക്കി ഇതുവരെ വന്നതല്ലേ, അതുകൊണ്ടും മിണ്ടാതെ അവിടെ ഇരുന്നു. 3 ദിവസത്തിനാണ് വന്നത്. ലാസ്റ്റ് ഡേ ജ്ഞാനദീക്ഷ ഉണ്ടായിരുന്നു. ജ്ഞാനദീക്ഷയുടെ സമയത്ത് ഞാൻ ഇംഗ്ലീഷിൽ ഒന്നും സംസാരിച്ചിരുന്നില്ല, എല്ലാം ഗുജറാത്തിയിലായിരുന്നു. അയാൾക്ക് എൻലൈറ്റ്മെൻറ്റ് തോന്നി. അയാളെ സെപ്പറേറ്റ് ആക്കിയതായി തോന്നിയില്ല. പിന്നീട് അയാൾ എന്നെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരുന്നു. അയാൾ വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു, കുറേ പേരെ കൂടെ കൊണ്ടുവന്നു. പിന്നീട് എന്നെ സ്പെയിനിലേക്ക് വിളിച്ചു. എനിക്ക് സ്പാനിഷ് ആണെങ്കിൽ ഒട്ടും അറിയില്ല. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു. അവർ സൈമൾട്ടേനിയസ്ലി എല്ലാം സ്പാനിഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻസ് ചോദിച്ചത് സ്പാനിഷിലായിരുന്നു. അവരത് ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നു. അതായിരുന്നു അന്നത്തെ അവസ്ഥ.
എന്നാലും അവിടെയുള്ളവർക്കെല്ലാം സന്തോഷമായി. ഞാൻ ജ്ഞാനദീക്ഷ നൽകിയത് ഇംഗ്ലീഷിലായിരുന്നു. അവർക്ക് എത്ര മനസ്സിലായോ അത്രയും നന്നായി. കുറച്ച് സ്പാനിഷ് ഞാൻ പഠിച്ചു. അതായത് യു ആർ വെൽക്കം, ഡെന്നാറ, അതായത് യു ആർ വെൽക്കം. കുറേശ്ശെ സ്പാനിഷ് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ അവിടെയുള്ള സ്പാനിഷുകാർ ദിവസവും ഓരോ ആഴ്ചയും അവിടെയുള്ള സ്പാനിഷുകാർ 25-30 പേർ ഒരുമിച്ച് ചേർന്ന് സത്സംഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ദൗത്യം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. അതിനുശേഷം സ്പാനിഷ് സ്പീക്കിംഗ് 3-4 കൺട്രീസിലവർ സമ്മേളനങ്ങൾ നടത്തി. ലാംഗ്വേജ് ഒരിക്കലും ഒരു ബാരിയർ ആയിരിക്കില്ല. ഹൃദയത്തിൽ ജ്ഞാനം കരസ്ഥമാക്കുന്നവർക്ക് ഒരിക്കലും ഒന്നും തടസ്സമായിരിക്കില്ല. അതായത് ടുമോറോ ഓൾ ഓഫ് യു ആർ വെൽക്കം ടു കം. വരണം, തീർച്ചയായും വരണം. ഭാവനയോടെ വരൂ. ജ്ഞാനം പ്രാപ്തമാക്കണമെന്ന ചിന്തയോടെ വരൂ. മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചിട്ട് വരണം, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യണം. മൊബൈൽ ഫോണിനേക്കാൾ ബുദ്ധിയെ വീട്ടിൽ വെച്ചിട്ട് വരണം.